2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ ട്വിസ്റ്റുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ പാർട്ടികളും ഏതൊക്കെ ആൾക്കാരാണ്, ഏതൊക്കെ സ്ഥാനാർത്ഥികളാണ് ഏതൊക്കെ സ്ഥലങ്ങളിൽ നിൽക്കേണ്ടത്, അതായത് വിജയസാധ്യത ഏറ്റവും കൂടിയ സ്ഥലങ്ങളിലൊക്കെ തന്നെയും ഏതൊക്കെ സ്ഥാനാർത്ഥികളെ നിർത്തണമെന്നുള്ള പലതരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചിലതൊക്കെ തന്നെ തീരുമാനമാകുന്നു, പിന്നെ വെട്ടിത്തിരുത്തുന്നു, പിന്നെ പുതിയ തരം നീക്കങ്ങളൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ പല രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ തന്നെ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക ഉടൻ തന്നെ പുറത്തു വരുന്ന തരത്തിലോട്ട് ഒഫീഷ്യലായിട്ട് കാര്യങ്ങൾ നീങ്ങുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ കൂട്ടരുമൊക്കെ തന്നെ. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് വനിതാ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഒരു കാര്യമാണ് ശോഭാ സുരേന്ദ്രൻ ഇത്തവണ എവിടെയായിരിക്കും മത്സരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും കൂടുതൽ ചോദ്യമായി നിലനിൽക്കുന്ന ഒരു കാര്യമായി മാറിയിട്ടുണ്ടായിരുന്നു. അതായത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഒരു കാര്യം കായംകുളത്ത് ശോഭാ സുരേന്ദ്രൻ ഇത്തവണ മത്സരിക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം അവിടെ കഴിഞ്ഞ പ്രാവശ്യം 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത്രയധികം ഒരു മുന്നേറ്റമായിരുന്നു ശോഭാ സുരേന്ദ്രനിലൂടെ BJP ഉണ്ടാക്കിയെടുത്തത് എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ തന്നെ കായംകുളത്ത് ശോഭ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കായംകുളത്ത് ശോഭ ഇത്തവണ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമെന്നൊക്കെ തന്നെ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ വമ്പൻ ട്വിസ്റ്റുകൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം കായംകുളത്ത് ഇപ്പോൾ BDJS ആ സീറ്റിന് വേണ്ടിയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്. അതിൽ തന്നെ ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരുന്ന കായംകുളം അടക്കമുള്ള ചില മണ്ഡലങ്ങളിൽ BDJSന്റെ അവകാശവാദം ശക്തമായതോടെയാണ് ഇപ്പോൾ പ്രഖ്യാപനം നടത്താനിരുന്ന BJP തന്നെ ഇപ്പോൾ പ്രഖ്യാപനം മാറ്റിവെച്ചുകൊണ്ട് പലതരത്തിലുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ മാറിയത്. കായംകുളത്ത് BDJSന് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ശോഭയെ മറ്റെവിടെ നിർത്തുമെന്നുള്ള ഏറ്റവും വലിയൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ തന്നെയാണ് ശോഭാ സുരേന്ദ്രനെ പോലെ ഒരാളെ തീർച്ചയായിട്ടും വിജയസാധ്യതയുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് നിർത്തേണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് നിലവിലത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം വട്ടിയൂർക്കാവിലായാൽ പോലും ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു തരത്തിലോട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് കായംകുളം സീറ്റ് BDJSന് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ, അവിടെ ശോഭയെ മത്സരിപ്പിക്കാതെ BDJSന് ആ സീറ്റ് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ ശോഭ വട്ടിയൂർക്കാവിൽ മത്സരിക്കാനായിട്ടുള്ള സാധ്യത തെളിയുന്നുണ്ട്. അതല്ല കായംകുളത്ത് തന്നെ ശോഭയെ മത്സരിപ്പിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ വട്ടിയൂർക്കാവിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് സംഭവിക്കും. അവിടെ പ്രതീക്ഷിക്കാത്ത മറ്റൊരു സ്ഥാനാർത്ഥി വരാനും സാധ്യതയുണ്ട്. സോ വട്ടിയൂർക്കാവ് ഒരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥി നിർണയ പട്ടികയൊക്കെ തന്നെ പുറത്തിറക്കാനായിട്ട് നിന്ന BJPക്ക് ചില മണ്ഡലങ്ങളിൽ, അതായത് വിജയസാധ്യതയുള്ള ചില മണ്ഡലങ്ങളിൽ നേരത്തെ ഉറപ്പിച്ചിരുന്ന സ്ഥാനാർത്ഥികളെ മാറ്റേണ്ടി വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും എടുത്ത് പറയാനുള്ള സുരേന്ദ്രന്റെ പേരും അതിൽ ഉൾപ്പെട്ടതാണ്. അതായത് സുരേന്ദ്രനെ ആദ്യം പാലക്കാട് നിർത്താനാണ് തീരുമാനിച്ചിരുന്നത്, പിന്നെ അത് വട്ടിയൂർക്കാവിലേക്കായി, അത് പിന്നെ ഇപ്പോൾ ലാസ്റ്റ് മഞ്ചേശ്വരത്ത് തന്നെ സുരേന്ദ്രൻ മത്സരിക്കണം എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് തന്നെ. അതുപോലെയാണ് ഇപ്പോൾ ശോഭയുടെയും കാര്യം. ശോഭ കായംകുളത്ത് തന്നെ മത്സരിക്കുമോ, അതല്ല ആ സീറ്റ് BDJSന് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ? അങ്ങനെ BDJSന് ആ സീറ്റ് പോയി കഴിഞ്ഞാൽ ശോഭയ്ക്ക് പിന്നെ ഒരു ഓപ്ഷൻ, വിജയസാധ്യതയുള്ള ഒരു സീറ്റ് വട്ടിയൂർക്കാവിലേക്ക് ശോഭയെ കൊണ്ടുവരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്താം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശോഭ കഴക്കൂട്ടത്തായിരുന്നു മത്സരിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ വട്ടിയൂർക്കാവിലേക്ക് ശോഭയെ പരിഗണിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ? അതല്ല ശോഭ 2024 നേട്ടമുണ്ടാക്കിയ ആലപ്പുഴയിൽ കായംകുളത്ത് തന്നെ ശോഭയെ മത്സരിപ്പിക്കാനായിട്ട് അന്തിമ തീരുമാനം BJP ഉറപ്പിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും BJPക്കുള്ളിൽ നിലവിലത്തെ സാഹചര്യത്തിൽ അന്തിമഘട്ട ചർച്ചകൾ നടക്കുകയാണ്. അതിൽ തന്നെ പ്രതീക്ഷിക്കാത്ത ചില സീറ്റുകളിൽ, പ്രതീക്ഷിക്കാത്ത ചില നിയമസഭാ മണ്ഡലങ്ങളിൽ അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതിൽ ശോഭയുടെ പേര് ഈ പറയുന്ന പോലെ തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തേക്കാണോ വരുന്നത് എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. കാരണം കായംകുളം പോയി കഴിഞ്ഞാൽ വട്ടിയൂർക്കാവിലേക്ക് ശോഭയെ പരിഗണിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കായംകുളം കൈവിടുമോ, ആ സീറ്റ് BDJSലേക്ക് പോകുമോ, അതല്ല അന്തിമഘട്ടത്തിൽ അത് ശോഭയുടെ കൈവശം തന്നെ ഇരിക്കുമോ എന്നുള്ളതും അധികം വൈകാതെ തന്നെ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും BJPയുടെ അന്തിമഘട്ട പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി രാജീവ് ചന്ദ്രശേഖർ തന്നെ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവസാന ഘട്ടത്തിൽ BJP സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ അപ്രതീക്ഷിതമായ നീക്കങ്ങൾ ഉണ്ടാകുമോ, പ്രതീക്ഷിക്കാത്ത സ്ഥാനാർത്ഥികൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം.